ഹലോ ഗായ്സ്. അപ്പോൾ ഇപ്പോൾ ടി വി തുറന്നാലും ഫോൺ തുറന്നാലും ഒക്കെ കേൾക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിയിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഓരോ ഇന്ത്യക്കാരനെ പോലെ എനിക്കും വളരെ അഭിമാനവും സന്തോഷമൊക്കെ ഉണ്ട്. കാരണം ഞാൻ മുന്നേ ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരിക്കലും ഭീകരവാദത്തെ ഈ തീവ്രവാദത്തെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല എന്നുള്ളത് ഞാൻ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവാനുള്ളൊരു കാരണം 9 ഭീകരവാദ കേന്ദ്രങ്ങൾ, തീവ്രവാദ കേന്ദ്രങ്ങൾ ഈ പറയുന്ന ഇന്ത്യയുടെ സൈന്യം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്തത് ജെയ്ഷെ മുഹമ്മദാണ്. ആ ജെയ്ഷെ മുഹമ്മദിൻ്റെയും കേന്ദ്രം ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ സൈന്യം തകർത്ത് ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടും അറ്റാക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടും അറ്റാക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഈ ഒരു കാര്യത്തിൽ പിന്നെയും ചൊറിഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിയിൽ ഞാൻ ന്യൂസ് കേട്ടപ്പോൾ പാകിസ്ഥാൻ ഈ ഒരു കാര്യത്തിൽ ഞങ്ങളും തിരിച്ചടിക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അതല്ല മനസ്സിലാവാത്തത്. നമ്മൾ ഇവിടുന്ന് കൊന്നു കളഞ്ഞത് അത്രയും ടെററിസ്റ്റുകളായിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരെയാണ്. പക്ഷേ പാകിസ്ഥാന് അത് കൊണ്ടു. അപ്പോൾ പാകിസ്ഥാൻ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അതാണ്. അത് ഇപ്പോൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും പാകിസ്ഥാൻ ചെയ്യുന്ന പോലെ നിരപരാധികളായിട്ടുള്ള ആൾക്കാരുടെ ജീവനൊന്നും ഇന്ത്യക്കാരെടുത്തിട്ടില്ല. നിരപരാധികളെ ലക്ഷ്യം വെക്കുന്ന തീവ്രവാദികളെയാണ് ഇന്ത്യ തകർത്ത് കളഞ്ഞിട്ടുള്ളത്, കൊന്നു കളഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഒരുപാട് രാജ്യങ്ങളുടെ സപ്പോർട്ടും കിട്ടുന്നത്. ഈ ഒരു കാര്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പേര് നൽകാനുള്ള, ഈ ഒരു മിഷന് ആ ഒരു പേര് നൽകാനുള്ള കാരണം പല ന്യൂസ് ചാനലുകളും പറയുന്നത് കേട്ടു. ഒരുപാട് പേരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ, അതല്ലെങ്കിൽ ഒരുപാട് പേരെ വിധവകളാക്കിയ ഒരു സംഭവമായിരുന്നു ഈ പഹൽഗാം ഭീകരാക്രമണം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും നമുക്ക് സങ്കടകരമായി തോന്നിയൊരു കാര്യം, ഹിമാൻഷി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഒക്കെ അന്ന് വൈറലായിരുന്നു. അതായത് അവർ ഹണിമൂൺ ട്രിപ്പിന് വന്നതായിരുന്നു. ജസ്റ്റ് മാരീഡ് കപ്പിളാണ്. അതായത് അവർ വിവാഹം കഴിഞ്ഞിട്ട് വെറും ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു പെൺകുട്ടി വിധവയാക്കപ്പെടുകയാണ്. ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്കിലൂടെ ഇവർ ഈ പറയുന്ന പെൺകുട്ടിയുടെ മുന്നിലിട്ട് തീവ്രവാദികൾ അവളുടെ ഹസ്ബൻഡിനെ കൊന്നുകളയാണ് ചെയ്തത്. അപ്പോൾ മറ്റാരെക്കാളും ഈ ഒരു കാര്യത്തിൽ സിന്ദൂരം എന്ന് പറയുന്ന പേര് വെക്കാനുള്ള കാരണം ഈ ഒരു കാര്യമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.